ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിയിലെ 5ാമത്തെ സെക്ഷനായിട്ടുള്ള റിലേറ്റഡ് ആംഗിൾസ് ആണ്. ഓക്കെ, അപ്പോൾ റിലേറ്റഡ് ആംഗിൾസ് എന്ന് പറയുമ്പം എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പം cos 60 അല്ലെങ്കിൽ cos 30 അല്ലെങ്കിൽ sin 60 ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഇതിൻ്റെ ഫംഗ്ഷൻ്റെ ഈ ഒരു ആംഗിളിൻ്റെ എന്തറിയാം, വാല്യൂസ് അറിയാം. cos 60 എന്തായിരുന്നു? cos 60 is equal to 1/2. cos 30 is equal to √3/2. sin 60 is equal to again √3/2. ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്താണെന്ന് നമുക്കറിയാം. ഇനി നമ്മളോട് പറയാണ്, ഫോർ എക്സാമ്പിൾ ഒരു cos 330 കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു sin 270 കണ്ടുപിടിക്കാൻ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആംഗിൾ അല്ലാത്ത ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു റിലേറ്റഡ് ആംഗിൾസ് എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിയിലെ 5ാമത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ ഒരു സെഷൻ പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. അതെന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്നെ ഓടാവുന്ന കേസിൽ, എന്നെ ഈവൺ ആവുന്ന കേസിൽ ഇങ്ങനെ രണ്ടെണ്ണാണുള്ളത്. ഓക്കെ, ഈ രണ്ട് കേസായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം എപ്പോഴാണ് എവിടെയാണ് എന്നെ വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്നെ ഓടാവുക എപ്പോഴാണ് എന്നെ ഓടാവുക എന്ന് വെച്ചാൽ cos ഓഫ് n × 90 ± തീറ്റ എന്താവും? സൈൻ തീറ്റയാവും, ± സൈൻ തീറ്റയാവും. അല്ലെങ്കിൽ സൈൻ ഓഫ് n × 90 ± തീറ്റ എന്ന് പറയുന്നത് ± കോസ് തീറ്റയാവും. അതേപോലെ ടാൻ ഓഫ് n × 90 ± തീറ്റ എന്ന് പറയുന്നത് ± കോട്ട് തീറ്റയാവും. ഓക്കെ, ഇനി n ഈവൺ ആവുന്ന സമയത്ത് സൈൻ ഓഫ് n × 90 ± തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? സൈൻ തീറ്റ തന്നെ ± സൈൻ തീറ്റ തന്നെ. കോസ് ഓഫ് n × 90 ± തീറ്റ ഇസ് ഈക്വൽ ടു ± കോസ് തീറ്റ തന്നെ. ടാൻ ഓഫ് n × 90 ± തീറ്റ എന്ന് പറഞ്ഞാൽ ± ടാൻ തീറ്റ തന്നെ. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞതിൽ എന്താണ് n എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരും. നിങ്ങൾ ഇത് മനസ്സിലാക്കുക. n ഓടാണെങ്കിൽ കോസ് എന്താവും? സൈനാവും. സൈൻ എന്താവും? കോസാവും. ടാൻ എന്താവും? കോട്ടാവും. n ഓടാണെങ്കിൽ. n ഈവൺ ആണെങ്കിൽ സൈൻ എന്ത് തന്നെയാണ്? സൈൻ തന്നെയാണ്. കോസ് എന്താണ്? കോസ് തന്നെ. ടാൻ തന്നെ. ഇത്രയും ഒന്ന് ആലോചിച്ച് വെക്കുക. n ഓടാവുന്ന കേസ് ഇതും n ഈവൺ ആവുന്ന കേസ് ഇതും ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി ഞാൻ പറഞ്ഞു തരാം n എവിടെ നിന്ന് വന്നു എന്നുള്ളത്. ഒരു എക്സാമ്പിളാണ് കോസ് ഓഫ് 330. ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കോസ് ഓഫ് 330 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് ഒരു 90യുടെ മൾട്ടിപ്പിൾ പ്ലസ് ഒരു സാധനം ചെയ്താൽ 330 കിട്ടണം, അല്ലെങ്കിൽ ഒരു 90ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ മൈനസ് ചെയ്താൽ 330 കിട്ടണം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പം 90ൻ്റെ മൾട്ടിപ്പിൾ 90, 180, 270, പിന്നെ ഏതാ 360, 450 ഇങ്ങനെ പോകും അല്ലേ. അപ്പം 330 എന്ന് പറയുന്ന നമ്പർ ഏതിൻ്റെ ഇടയിലാണുള്ളത്? ഇതിൻ്റെയും ഇടയിലാണ് 330 ഉള്ളത് ആണല്ലോ. അപ്പം 270 + 60 ചെയ്താലും 330 ആണ്. 360 - 30 ചെയ്താലും, ഇപ്പം 270 + 60 ചെയ്താൽ എന്ത് കിട്ടും? 330 കിട്ടും. അല്ലെങ്കിൽ 360 - 30 ചെയ്താലും എന്ത് തന്നെ വരും? 330 തന്നെ വരും. അപ്പം ഇതിൽ ഏത് വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഏത് ചെയ്താലും കുഴപ്പമില്ല, സെയിം ആൻസർ ആണ് വരിക. അപ്പം ഞാനിവിടെ 270 + 60 ചെയ്തു കേട്ടോ. ഇപ്പം 270 + 60 എന്താ ഇവിടെ സംഭവിച്ചത്? ഒന്നുമില്ല, 330 എന്ന നമ്പറിനെ ഞാൻ സ്പ്ലിറ്റ് ആക്കി എഴുതതാണ്. അത് 270 + 60 എന്ന് പറഞ്ഞാൽ 330. എന്ത് രീതിയിലാണ് ഞാൻ അതിനെ സ്പ്ലിറ്റ് ആക്കിയത്? എന്ത് രീതിയിലാണ്? കോസ് ഓഫ് 270 എന്ന് പറഞ്ഞാൽ 1, 2, 3 × 90 ആണ് എന്ത്? 270 + 60. ഓക്കെ, അപ്പം ഞാനിവിടെ n × 90 ± തീറ്റ എന്ന ഫോമിലേക്ക് ഈ 330നെ ഞാൻ മാറ്റി. അതായത് n എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്ന നമ്പറിനെ, ഇവിടെ 330 ആണ് നമ്പറിനെ, നമ്മൾ ഒരു മൾട്ടിപ്പിൾ ഓഫ് 90ൻ്റെ
പ്ലസ് സംതിങ് ആക്കി മാറ്റി എഴുതുക. അപ്പോൾ 330 ഞാൻ 270 പ്ലസ് 60 എന്ന് മാറ്റി എഴുതി. 270 എന്ന് പറയുന്നത് 3 × 90 ആണ്, പ്ലസ് 60. ഓക്കെ, അപ്പോൾ എന്ത് വരും? കോസ് ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. 3 ഓഡ് നമ്പർ ആണ് അല്ലേ? ഓഡ് നമ്പർ ആവുമ്പം ഇവിടെ കോസ് ആണ്. കോസ് എന്തായിട്ട് മാറും? സൈൻ ആവും. ഓക്കെ, ഇനി ഇതൊന്നും നോക്കണ്ട. ഇവിടെ അല്ല പ്ലസ് ഓർ മൈനസ് തീറ്റ, ഇവിടെ പ്ലസ് 60 ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് തീറ്റ ആയിട്ടുള്ളത് 60 ആണ്. സൈൻ 60. സൈൻ 60യുടെ വാല്യൂ എന്താണ്? സൈൻ 60 ഈസ് ഈക്വൽ ടു √3/2. ആൻസറായി. ഇനി ഒരു കാര്യം ആലോചിക്കണം, കംപ്ലീറ്റ് ആൻസർ ആയിട്ടില്ല. ഇനി ഇതിൻ്റെ മുന്നിൽ പ്ലസ് ആണോ മൈനസ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. പ്ലസ് √3/2 ആണോ മൈനസ് √3/2 ആണോ എന്ന് അതെങ്ങനെയാണെന്ന് നോക്കുക. കോസ് 330 ആണ് അല്ലേ? അപ്പോൾ നമ്മളൊരു ക്വാഡ്രന്റ് പ്ലെയിൻ വരയ്ക്കുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അല്ലേ? അപ്പോൾ ഇത് 0, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് ഏത് ഡിഗ്രിയാ? 270 ഡിഗ്രി, ഇത് 360 ഡിഗ്രി. ഓക്കെ, അപ്പം ഈ 330 എന്ന് പറയുന്നത് 270ൻ്റെയും 360ൻ്റെയും ഇടയിലാണ്. സോ ഇറ്റ് ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫോർത്ത് ക്വാഡ്രൻറ്റിലെ കോസ് ASTC റൂൾ പ്രകാരം ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ വി ക്യാൻ പുട്ട് എ പോസിറ്റീവ് സൈൻ ഹിയർ. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു റിലേറ്റഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് ഇങ്ങനെ മാത്രം ഏതെങ്കിലും ഒന്ന് ഒരു കോസ് 330 കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഒറ്റ വാല്യൂ മാത്രം കണ്ടുപിടിക്കാനുണ്ടാവും. അല്ലെങ്കിൽ വലിയ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. വേറൊരു ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് കോസ് 225 × സൈൻ 135. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത് ഇൻറ്റു ഇത് എന്താണെന്നാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കോസ് 225 സെപ്പറേറ്റ് ആദ്യം കാണാം. കോസ് 225നെ എങ്ങനെ എഴുതാം? 225 എന്ന് പറഞ്ഞാൽ 90, 180, 270 അല്ലേ? ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന നമ്പറാണ്. അതായത് 180യുടെയും 270ൻ്റെയും ഇടയിൽ കിടക്കുന്ന നമ്പറാണ് അത് 225. അപ്പോൾ നമുക്ക് 225നെ എങ്ങനെ എഴുതാം? 180 + 45. ഓക്കെ, അപ്പം കോസ് ഓഫ് 225നെ ഞാൻ മാറ്റി 90ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ടുള്ളൊരു നമ്പർ പ്ലസ് 45. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി എനിക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് 180 എന്ന് പറഞ്ഞാൽ 2 × 90 ആണ്. ഞാൻ അതിനെ സ്പ്ലിറ്റ് ആക്കി എഴുതി പ്ലസ് 45. ഇനിയോ ഇവിടെ 2 എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ് അല്ലേ? 2 ഈവൺ നമ്പറാണ്. സോ ഈവൺ നമ്പർ ആകുമ്പം കോസിന് മാറ്റമൊന്നുമില്ല. കോസ് തന്നെ. ആംഗിൾ വന്നത് 45 ആണ്. കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ റിസൾട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതറിയെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കഴിഞ്ഞോ? പ്രോസസ്സ് കഴിഞ്ഞോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? ഏത് കോർഡിനാണോ നോക്കണം അല്ലേ? 0, 90, 180, 270, 360. ഓക്കെ, 180ൻ്റെയും 270ൻ്റെയും ഇടയിലാണ് ആര് വരുന്നത്? 225 എന്ന് പറയുന്ന ഈ നമ്പർ വരുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഇനി നമുക്ക് അതേപോലെ സൈൻ 135 കൂടി കാണാം. സൈൻ 135 എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 135 നമുക്ക് 90 + 45 എന്ന് എഴുതാം അല്ലേ? 90 + 45 ആണതെന്ന് പറയുന്നത് സൈൻ ഓഫ് 1 × 90 + 45 ആണ് അല്ലേ? 1 × 90 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണുള്ളത് n ആയിട്ട്. ഇറ്റ് ഈസ് ഓഡാണ്. ഓഡാവുമ്പം സൈന് കോസ് ആവും. കോസ് 45. കോസ് 45 എഗെയിൻ എന്താ വന്നത്? 1/√2 തന്നെയാണ് വന്നത്. ഇനി 135 എന്ന് പറയുമ്പോൾ 90ൻ്റെയും 180ൻ്റെയും ഇടയിലാണ്. അതിൻ്റെ ഇടയിൽ 135 അല്ലേ? അതിൻ്റെ ഇടയിൽ ആരാ പോസിറ്റീവ് ആണോ നോക്കേണ്ടത്? ഈ ക്വസ്റ്റ്യനിൽ തന്ന സൈനാണ് പോസിറ്റീവ് ആണോ നോക്കേണ്ടത്. അപ്പോൾ ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, അവിടെ സൈന് പോസിറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് 1/√2. നമുക്ക് ആൻസറിലേക്ക് പോവാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കോസ് 225 അല്ലേ? കോസ് 225 × സൈൻ 135. എന്താ ആൻസർ വരുന്നത്? 135 ആണ്. എന്താ വന്നത്? -1/√2 × 1/√2. എന്താ വരിക? -1 × 1/√2 × വരുന്നത് -1/√2 × √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ -1/2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ആണ്. ഇതിൻ്റെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ
ഗ്രൂപ്പിൽ നോട്ട്ബുക്കിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാ ക്വസ്റ്റ്യനും നോട്ട്ബുക്കിൽ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗം തന്നെയാണിത്. ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.